10-30 വർഷം മുമ്പ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചത് മുതൽ എന്നെ കൊല്ലണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാലങ്ങൾ പുരോഗമിച്ച് സോഷ്യൽ മീഡിയ ഇത്രത്തോളം വളർന്നതിന് ശേഷം അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ അവർ രണ്ടാമത്തെ തരം കൊലയിലേക്ക് പിറങ്ങിയിട്ടുണ്ട്. പേര് ക്യാരക്ടർ അസാസിനേഷൻ എന്നാണ്. ഒരു മനുഷ്യന്റെ സൽപ്പേരിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുക എന്നത്. എന്താണ് റബ്ബേ പറയണ്ടേ? ഈ സുലൈമാനെ കൊണ്ട് തോറ്റു. ഒരു കാലത്ത് ഇയാൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിനെയാണ് പരമാവധി പറഞ്ഞത്. പരമാവധി പറഞ്ഞ ഇസ്ലാമിനെ പറയാത്ത ഒരു വിഷയമില്ല. എല്ലാം ദുരുപയോഗം ചെയ്തു. എന്നിട്ടും നമ്മളാരും അദ്ദേഹത്തെ കൊല്ലാനൊന്നും പോയിട്ടില്ല. അന്നും അദ്ദേഹം പറഞ്ഞത് എന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതുണ്ട്, എന്നെ കൊല്ലാൻ വരുന്നേ, പുലി വരുന്നേ, പിടിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ടാണ് റീച്ച് ഉണ്ടാക്കി. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു ജിജി ഞങ്ങളുടെ ദാമ്പത്യം കണ്ട് പഠിക്കണം, ഞങ്ങളെ കണ്ടിട്ടാണ് നിങ്ങൾ ദാമ്പത്യ ജീവിതം പഠിക്കേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇയാളെന്നെ പോയിട്ട് TV എടുത്ത് നല്ല അടി വാരി കൊടുത്തു. അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ആകെ നാറ്റക്കേസായി. എല്ലാം നാറി, എല്ലാ ഇമേജും പോയി. സ്വന്തം അണികൾക്ക് തന്നെ, അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകൾക്ക് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഇമേജ് പുതുക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നതാണ് പുതിയ വിഷയം കൊണ്ട്. അന്ന് കൊല്ലാൻ ശ്രമിച്ചു, ഇന്ന് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് എന്നെ കംപ്ലീറ്റ് എൻ്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്നു. ആരാണ് അഭിമാനത്തെ നഷ്ടപ്പെടുത്തിയത്? നമ്മളോ? അതും ഇസ്ലാമിൻ്റെ പേരിൽ. അല്ല സഹോദര, കൊല്ലാനൊന്നുകൂടെ പ്രയാസമുണ്ടോ? മനുഷ്യന്മാർ ഇപ്പോൾ എത്ര ആളെ കൊല്ലുന്നുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തതിൻ്റെ പേരിൽ ആരും നിങ്ങളെ കൊല്ലൂല. അതിൻ്റെ പേരിൽ നിങ്ങൾ റീച്ച് ഉണ്ടാക്കാനും നിൽക്കണ്ട. ഇനി കൂടുതലൊന്നും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞാണ്. അതുകൊണ്ട് സുലൈമാനെ ഈ കിട്ടിയ അഭിമാനത്തിൽ സന്തോഷത്തോടൊന്ന് ജീവിച്ചു പോകുന്നതാണ് നല്ലത്.